അങ്ങനെ 2020 വേൾഡ് കപ്പ് കഴിഞ്ഞു. ഇന്ത്യൻ ടീമിലെ അംഗങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തി. ആഘോഷങ്ങളും ഇതൊക്കെയായിട്ട് പല സ്ഥലത്ത് ഇപ്പോൾ നടക്കുന്നു. ഇൻ്റർവ്യൂസും ഒക്കെ ആയിട്ട് താരങ്ങൾ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ ഇന്ത്യൻ ടീമിനുള്ള പാരിതോഷികം BCCI പ്രഖ്യാപിച്ചു. എല്ലാവരും അറിഞ്ഞു കാണും. അതിനു മുമ്പ് ഇന്ത്യൻ ടീമിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും 2020 ലോകകപ്പ് നേടിയതിനെ. 2020 ലോകകപ്പ് എടുത്തപ്പോൾ ICC സമ്മാന തുകയായിട്ട് ഇന്ത്യൻ ടീമിന് കൊടുത്ത് 27 ലക്ഷം രൂപയാണ്. ഓരോരുത്തർക്ക് ഏതാണ്ട് 1 പോയിൻറ്റ് സംതിങ് ലെവലിൽ അല്ലെങ്കിൽ 1 കോടിയെങ്കിലും അതിന് ഓരോരുത്തർക്ക് കിട്ടും. പിന്നെ BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത് 131 കോടിയാണ്. വാവ്! കഴിഞ്ഞ 2024 2020 വേൾഡ് കപ്പ് എടുത്തപ്പോൾ ഇന്ത്യൻ ടീമിന് 120, 125 അങ്ങനെ കോടി രൂപയാണ് കിട്ടിയത്. 120-125 കോടി രൂപയാണ് കിട്ടിയത്. ഇപ്രാവശ്യം 126 കിട്ടിയപ്പോൾ ഒന്നുകൂടി കൂട്ടി 131 കോടിയായി. സഞ്ജു സാംസനെ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. അവരെങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഓരോ കളിക്കാർക്ക് എങ്ങനെ കൊടുക്കും എന്ന് പെടുത്തില്ല. ഇനിയും 131 കോടി, ഓരോ കളിക്കാരും മിനിമം 2 കോടി ഉറപ്പാണ്. ഇനിയിപ്പോൾ കളിച്ച 15 പേർക്ക് അതിനൊക്കെ കൂടുതലും സപ്പോർട്ട് സ്റ്റാഫിന് കുറച്ചും കുറവാണെന്ന് തന്നെ അറിയില്ല. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അറിയില്ല. ഇനിവേ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർക്ക് എന്തായാലും മിനിമം 2 കോടികൾ കിട്ടും. ഇനിവേ അവർ അധ്വാനിച്ചിട്ടാണ് ഒരു ലോക കിരീടം എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. 2007 ആദ്യമായിട്ട് ലോകകപ്പ് കിട്ടി. പിന്നെ അടുത്ത 2020 ലോകകപ്പ് കിട്ടുന്നത് 2024 3 വർഷം ഗ്യാപ്പിൽ ഇന്ത്യ സജീവമായി തന്നെ 2020 ഉണ്ടായിരുന്നു. വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇന്ത്യക്ക് കപ്പെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 2007 2020 ആദ്യം എടുത്തിട്ട് പിന്നെ എടുത്ത് 2024. അപ്പോൾ 3 ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു വേൾഡ് കപ്പ് അത് ഇന്ത്യയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. 2016 ഇന്ത്യയിൽ വെച്ച് നടന്നത്. അതിൻ്റെ സെമിഫൈനലിൽ തോറ്റു വെസ്റ്റ് ഇൻഡീസിനോട്. അപ്പോൾ ഒരു 2020 വേൾഡ് കപ്പ് ഉയർത്തുക, ഫൈനൽ ജയിക്കുക എന്നൊക്കെ പറയുന്നത് അതിൽ ചില കാര്യമില്ല. അത് എന്തായാലും ഈ എമൗണ്ട് അവർ അതിന് അർഹരാണ്. കളിക്കാർ മുതൽ കോച്ച് ഉൾപ്പെടെ സപ്പോർട്ട് സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും അതിനർഹരാണ്. അത് കാരണം കൊണ്ട് അത് വിഷയമുള്ള കാര്യമില്ല. എനിവേ എന്തായാലും 131 കോടിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. സഞ്ജു സാംസൺ എന്തായാലും ഓൾറെഡി 5 ലക്ഷം രൂപയുടെ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടരെ ഇനി കേന്ദ്ര കായിക വകുപ്പ് എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും ഇന്ത്യ ബാക്ക് ടു ബാക്ക് ട്രോഫീസ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പാരിതോഷികം അവർ കിട്ടുന്നുണ്ട്. കാരണം 2024 2020 വേൾഡ് കപ്പ് ജയിച്ചു. അതിന് 120-125 കോടിയോളം കിട്ടി. പിന്നെ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു. അതിന് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് രോഹിത്തും സംഘത്തിനും. പിന്നെ ഇതിപ്പോൾ 2026 ജയിച്ചു. അതിൻ്റെ പാരിതോഷികം 131 കിട്ടി. കൂടാതെ അതിന് തൊട്ട് മുമ്പാണ് നമ്മുടെ 50 ഓവറിൽ വനിതാ വിമൻസ് ലോകകപ്പ് നേടി. ഈ ലോകകപ്പ് നേടുക എന്ന് പറഞ്ഞത് ബാക്ക് ടു ബാക്ക് ലോകകപ്പ് നേടി എന്നുള്ളത് നമ്മളിങ്ങനെ വാക്കോട്ട് പറയുമെങ്കിലും അത് ആ ലെവലിലേക്ക് എത്താൻ, ആ സ്റ്റേജിലേക്ക് എത്താൻ അവർ ഒഴുക്കുന്ന കണ്ണുനീരും അവരൊഴുക്കുന്ന പ്രയത്നവും വയർപ്പൊക്കെ ഉണ്ട്. അത് ചെറുതല്ല. ഇപ്പോൾ വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ട്. കാരണം സഞ്ജു സാംസൺ ടീമിൽ സ്കോഡിലുണ്ടായിട്ട് ടീമിലില്ലാതിരുന്നിട്ട് അവസാന ലെവലിൽ പിന്നെ ടീമിൽ കയറി ഫോമായി കപ്പെടുത്തു. അപ്പോൾ സഞ്ജു അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതുപോലെ തന്നെ ഓരോ കളിക്കാരും അവരുടെ രീതിയിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമാണ്. പിന്നെ 2026 2020 വേൾഡ് ഫൈനൽ അത്രയ്ക്ക് ഇൻറ്റൻസ് ആയില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഇൻറ്റൻസ് ആയില്ലെങ്കിലും ഇന്ത്യക്കാർ കളിച്ച പ്രകടനമല്ലേ, ബാറ്റ്സ്മാൻമാർ ഉൾപ്പെടെ ബോളർമാർ ഉൾപ്പെടെ സഞ്ജു ബുംറ ടീംസൊക്കെ ഉൾപ്പെടെ നടത്തിയ പ്രകടനം തന്നെയല്ലേ. അതിനെന്തായാലും അർഹിച്ച അംഗീകാരം കിട്ടി. അവർക്ക് ഈ പൈസയും കിട്ടണം. അതൊരു നല്ല കാര്യം തന്നെ ആണ്. ഒരു തെറ്റും അതിന് പറയാനില്ല. 2024 2020 വേൾഡ് കപ്പിൽ ഫൈനൽ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കളി നിർത്തിയതാണ് ഒരു പരിധിക്ക് അപ്പുറത്ത്. കാരണം ക്ലാസ്സിനൊക്കെ അലക്കി തകർക്കുകയാണ് സ്പിന്നേഴ്സിനൊക്കെ. അപ്പോൾ ഞാൻ ഒരു പരിധിക്ക് അപ്പുറത്ത് ഞാൻ കളി നിർത്തിയതാണ്. പിന്നെ ഇടയ്ക്ക് ഫൈനൽ നടക്കല്ലേ, സ്കോർ നോക്കാമെന്നൊക്കെ ഒരു പ്രതീക്ഷയുടെ അത് അങ്ങനെ TV വെച്ചിട്ടാണ് പിന്നെ ഫൈനൽ വരെ അവസാനം വരെ കണ്ടത്. അതുകൊണ്ട് അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിരുന്നു ഫൈനൽ. മുൾമുനയിൽ നിർത്താമെന്ന് പറഞ്ഞില്ലേ 2007 ഫൈനൽ ഇന്ത്യ പാകിസ്ഥാൻ കളിച്ച പോലെ. അത്ര മുൾമുനയിൽ നിർത്തിയ കളിയായിരുന്നു. അപ്പോൾ ഓരോ കളിക്കാരനും ഓരോ വേൾഡ് കപ്പിന് വേണ്ടി എടുക്കുന്ന തയ്യാറെടുപ്പും, ഇതിപ്പോൾ ഇന്ത്യൻ ടീം മാത്രമല്ല വേറെ ഏത് രാജ്യക്കാരാണെങ്കിലും വേൾഡ് കപ്പിന് എടുക്കുന്ന തയ്യാറെടുപ്പ്, അത് ഫൈനൽ ജയിക്കുന്ന തയ്യാറെടുപ്പ്, അവർ ഓരോന്നും എടുക്കുന്ന ഡെഡിക്കേഷനൊക്കെ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതെന്തായാലും അംഗീകരിക്കുന്ന അനുസരിച്ചുള്ളൊരു എമൗണ്ടും നമ്മുടെ BCCI ആയാലും എല്ലാവരും കൊടുക്കുന്നത് നല്ല കാര്യം, സന്തോഷം തന്നെ. പക്ഷേ ഇതുപോലെ തന്നെ എല്ലാ മേഖലയിലും കൊടുക്കണം. ഹോക്കി, ഫുട്ബോള്, ബാക്കി ഏതൊക്കെ ഒളിമ്പിക്സ്, പാരാളിമ്പിക്സ്, ഇതൊക്കെ ഇതിലുൾപ്പെടുന്ന എല്ലാവർക്കും അതിൻ്റേതായ അർഹത കിട്ടണം. ഏതാണ്ട് 4000 കോടിയോളം ആസ്തി വരുന്നതാണ് BCCI നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റേതായ ഇത് BCCI കാണിക്കും. അപ്പോൾ കേന്ദ്ര മന്ത്രാലയം, സ്പോർട്സ് മന്ത്രാലയം അനുസരിച്ചിട്ടുള്ളൊരു അർഹിച്ച എമൗണ്ട് തന്നെ എല്ലാ വിഭാഗക്കാർക്കും
കൊടുത്ത് എല്ലാത്തിനെയും പരിപോഷിക്കണം, എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കണം.